ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേതൻ ഭഗത്തിന്റെ 11 റൂൾസ് ഫോർ ലൈഫ് എന്ന് പറയുന്ന ആദ്യത്തെ റൂളായ നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ് എന്നുള്ള ആദ്യത്തെ റൂളിനെ പറ്റിയാണ്. ഇതിൽ ഈ പുസ്തകം നമ്മളോട് പറഞ്ഞില്ല, ചേതൻ ഭഗത്ത് പറഞ്ഞു നമ്മൾ ഒരിക്കലും നമ്മുടെ ഫിറ്റ്നസ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പാടുന്നതല്ല എന്നാണ് പറയുന്നത്. കാരണം അത് വളരെ വളരെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ലേറ്റായി എഴുന്നേറ്റു, ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നേരത്തെ പോകാനും നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്യുക നമ്മളെ ഫിറ്റ്നസ്സിന്. ഇന്ന് ഏതായാലും എക്സസൈസ് ചെയ്യണ്ട, പിന്നെ നാളെ ചെയ്യാം എന്നൊക്കെ കരുതി നമ്മൾ എന്തെങ്കിലും മാറ്റി വെക്കും. അപ്പോൾ ഈ പുസ്തകം നമ്മളോട് പറയുന്നു ഒരിക്കലും നിങ്ങളുടെ ഫിറ്റ്നസ്സിന് നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ എന്ന് പറയുന്നുണ്ട്. അതപ്പോൾ നമുക്കറിയാം ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പ്രധാനമായും 3 ആവശ്യങ്ങളാണ്. 3 ബെനിഫിറ്റ് വേണ്ടിയാണ് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നത്. ഒന്ന് എസ്തെറ്റിക്സ്, പിന്നെ രണ്ടാമത് ഫിസിക്കൽ സ്ട്രെങ്ത്, മൂന്നാമത്തേത് മാനസികമായ മെൻ്റൽ സ്ട്രോങ്. അതിനു വേണ്ടിയാണ് നമ്മൾ എക്സസൈസ്, നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ നിലനിർത്തേണ്ട ആവശ്യകതയെ പറ്റി ഈ പുസ്തകം പറയുന്നത്. ഈ പുസ്തകമല്ല നമുക്കും അറിയാം നമ്മൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് 3 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ്സിൽ പറയുന്നത് പ്രധാനമായും പറയുന്നത് ഒന്ന് നല്ല ഡയറ്റ്, നല്ല ഫുഡ് നമ്മൾ ശീലമാക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നന്നായി എക്സസൈസ് ചെയ്ത് ചെയ്യും, നന്നായി എല്ലാ സമയം പൊറോട്ടയും നോൺ വെജൊക്കെ കഴിച്ചാൽ പിന്നീട് നമ്മൾ എക്സസൈസ് നന്നായി ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്ത് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഫുഡും എന്ത് ചെയ്യണം, നല്ല ഡയറ്റും നമ്മൾ ശീലമാക്കണം. നല്ലൊരു ഫിറ്റ്നസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡയറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പച്ചക്കറികൾ മാക്സിമം നമ്മൾ കഴിക്കണം. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കണം. ഈ നമ്മൾ അതേപോലെ നമ്മളിപ്പോൾ ബ്രഹ്മകുമാരീസ് പോലുള്ള ഇതിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നല്ല ചിന്താഗതികളോട് കൂടി ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നല്ല മനോഹരമായ ചിന്തകളും അല്ലെങ്കിൽ രണ്ടാളെ കുറ്റും പറഞ്ഞ തെറിയൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. നല്ല ബ്യൂട്ടിഫുള്ളായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് എങ്കിൽ ആ കഴിക്കുന്നവർക്കും നമ്മൾ നല്ല ചിന്തകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ നല്ല ചിന്താഗതികളോടുകൂടി ഭക്ഷണം പാകം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്നവർക്കും എന്തുണ്ട്, അതിൻ്റെ ഒരു ഗുണം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുന്നു കരുതുന്നു. നല്ല ചിന്താഗതികളോട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ രണ്ടാമതാണ് ഡയറ്റിനെ പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് എന്നുള്ളത്. കാരണം നമ്മൾ നല്ല ഡയറ്റ് കൺട്രോൾ ചെയ്താലും നല്ല എക്സസൈസ് ചെയ്താലും നമ്മൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നന്നായി ഉറങ്ങുകയും വേണം. ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്താവും, ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഉറക്കവും കിട്ടുക. അതേപോലെ തന്നെ ഇതിൽ അദ്ദേഹം പറയുന്നത് നല്ല എക്സസൈസുകൾ, അതായത് സ്ലീപ്പ്, ഡയറ്റ്, എക്സസൈസ്, ഇത് 3 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ് എന്നുള്ളതാണ് പറയുന്നത്. ഈ 3 നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ വിധത്തിൽ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഏതാണ്ട് ഒരേ സമയം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 10 മണിയാണെങ്കിൽ ആ 10 o'clock നമുക്ക് പോകുമ്പോൾ തന്നെ 10 മണിയാകുമ്പോൾ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ആ ഒരു ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം ഉറക്കം കിട്ടും. അതേപോലെ തന്നെ കഴിയുന്നതും ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ മൊബൈൽ ഫോൺ, അങ്ങനത്തെ റീൽസ് കാണുന്നത്, അതേപോലെ തന്നെ ന്യൂസ്, സീരിയൽസ്, ഇതൊക്കെ ഒഴിവാക്കപ്പെടുക. അതായത് മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ തന്നെ നമുക്കെന്ത് കിട്ടും, നല്ല ഉറക്കം ലഭിക്കും. അതേപോലെ തന്നെ നല്ല പുസ്തകങ്ങളും അതൊക്കെ വായിക്കാൻ, ആ ഒരു രാത്രിയാകുമ്പോൾ നല്ല പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ച് കിടക്കുന്നതെങ്കിൽ നല്ല ഉറക്കം, നല്ല കാര്യങ്ങൾ സംസാരിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഉറക്കം ലഭിക്കും. ഈ ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എക്സസൈസ് നമുക്കറിയാം, ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എക്സസൈസിനൊക്കെ. ഇന്ന് യൂട്യൂബിലായാലും കുറേ ആപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ മൈൻഡ് നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. മനസ്സിനും അല്ലെങ്കിൽ ബുദ്ധിക്കും നമുക്കറിയാം ഒരു ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. ഈ ജനുവരിയിൽ നമ്മൾ പല പ്രതിജ്ഞകളും എടുക്കും. പക്ഷേങ്കിൽ ഒരു ജനുവരി 5, 6 നമ്മളത് ചെയ്യും. രാവിലെ 4 മണിക്ക് എണീക്കും അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കും, എക്സസൈസ് ചെയ്യും. പക്ഷേ ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് നമുക്ക് കുറേ തടസ്സവാദങ്ങൾ ഉന്നയിക്കും.
എന്തിനാണ് നീ ഇത്രയും രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഈ തണുപ്പല്ല, എനിക്ക് കിടന്നുറങ്ങിക്കൂടെ, എന്തിനാണ് ഈ ഇതൊക്കെ. അപ്പോൾ നമ്മളൊരു 5-8 ദിവസം കഴിയുമ്പോൾ നമ്മൾ താനെ എന്ത് ചെയ്യും, മനസ്സിൻ്റെ ആ കുരുക്കിൽ നമ്മൾ വീണ് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലൊരു വിൽ പവർ, നല്ലൊരു സ്ട്രോങ് മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കുറേ ആപ്പുകളുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ അങ്ങനെ പുറത്തു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പോൾ അതൊന്ന് ശീലമാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് നിലനിർത്തേണ്ടത് ജീവിത വിജയത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ഫിറ്റ്നസ്. നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ് എന്നാണ് ആദ്യത്തെ റൂൾ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ റൂളിൽ അദ്ദേഹം സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മളെ ഇമോഷൻസിൻ്റെ മാസ്റ്റർ ആകുക എന്നുള്ളതാണ്. മാസ്റ്റർ യുവർ ഇമോഷൻസ് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ. അതിൽ അദ്ദേഹം പറയുന്നത് ദ വൈസ് മാൻ ഈസ് മാസ്റ്റർ ഓഫ് ദ ഇമോഷൻസ് ആൻഡ് ദ ഫൂൾ ഈസ് ദ സ്ലേവ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. ബുദ്ധിശാലി അയാളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനായിരിക്കും, പക്ഷേ വിഡ്ഢികൾ അതിൻ്റെ അടിമയുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ വികാരങ്ങളെ നമ്മൾ എന്തിന് നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ റൂളിൽ അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, പിന്നെ ഈ റൂൾ 10-10-10 റൂള് ഒക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്താണ് ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്, 10 ദിവസം കഴിഞ്ഞാൽ ഈ കാര്യം എന്ത് ഗുണമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്നത്, ഇനി ഇപ്പം ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് 10 വർഷം കൊണ്ട് എൻ്റെ ലൈഫിൽ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പല വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മൾ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. മൂന്നാമത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇത് റൂൾസ് എന്താണെന്ന് വെച്ചാൽ പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ റൂളിൽ അദ്ദേഹം പറഞ്ഞത്. പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ ഇഫ് യു ഡോണ്ട് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്, ഹൂ വിൽ? ആരാണ് നിങ്ങളെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക? നമ്മളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറ്, ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് ജീവിക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കള്ളമാണത് ശരിക്കും. നമുക്ക് നമ്മളോട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് പറയുന്നത് കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പാടുള്ളതല്ല ഞാനൊരു സെൽഫിഷാണോ എന്നുള്ളത്. ഇത് സെൽഫിഷ് അല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് സെൽഫ് പ്രൊട്ടക്ഷനാണ്. നമ്മളെ പരിഗണിക്കുക എന്നുള്ളത് സെൽഫ് പ്രൊട്ടക്ഷനാണ്. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. നമ്മൾ പലപ്പോഴും ലൈഫിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യാറ് അല്ലേ. ഇപ്പം ഇനിയിപ്പം ഇതിൽ എന്നൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ഫ്രൈഡേ നൈറ്റ് നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടൊരു ഓഫീസിൽ നിന്ന് വന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് നമുക്കൊന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം. വൈഫ് പറയുന്നത് നമുക്ക് മറ്റേ ഇവിടെ പോവാം, KFCയിലോ അങ്ങനെ എവിടെയെങ്കിലും പോകാം. മക്കൾ പറയുന്നത് നമുക്ക് മാളിൽ പോകാം. പക്ഷെ നിങ്ങൾ ഓൾറെഡി ടയേർഡ് വേണം. അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് നമ്മൾ ലൈഫിൽ പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പറയുമ്പോൾ അവർ നിർബന്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ പോകും. അവരുടെ കൂടെ പോയി ഇപ്പം മിഡ് നൈറ്റ് 2 മണി 3 മണിക്കൊക്കെയാണ് നമ്മൾ എത്തുന്നത്. ഇപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യും, ലേറ്റായിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫിറ്റ്നസ്സിന് നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ ഏതായാലും ലേറ്റായി അല്ലെങ്കിൽ ജോലിക്ക് പോകണം അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഫിറ്റ്നസ്സിന് ഇഗ്നോർ ചെയ്യും. അത് അൾട്ടിമേറ്റ്ലി ആർക്കും ബുദ്ധിമുട്ടാകും, നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാകും. പക്ഷേ ഇപ്പം ഇപ്പം നിങ്ങളൊരു ഇതാക്കുന്നത്, അതായത് അതിനർത്ഥം നിങ്ങൾ അവരെ കെയർ ചെയ്യേണ്ടതൊന്നുമല്ല. നിങ്ങളിപ്പോൾ 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, മക്കളും ബുദ്ധിമുട്ടിക്കില്ല, വൈഫ് പറയും നമുക്ക് സൺഡേ പോകാം, അല്ലെങ്കിൽ മക്കൾ പറയും നമുക്ക് ഞായറാഴ്ച പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ, അങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം അവർ പറയുന്നത് പോലെ നമ്മളെയും എന്ത് ചെയ്യണം, പരിഗണിക്കണം. നമ്മുടെ ഹെൽത്തും അതൊക്കെ പരിഗണിക്കണം എന്നാണ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. ചേസ് യുവർ ഹാപ്പിനെസ്, യുവർ സക്സസ് ആൻഡ് യുവർ ഡ്രീംസ്. യുവർ ലൈഫ് ഹാസ് ടു ബി അബൌട്ട് യു. അതായത് നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും സന്തോഷങ്ങളെയൊക്കെ ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ബി യുവർ സെൽഫ്, ദ വേൾഡ് വിൽ അഡ്ജസ്റ്റ്. നമ്മളായിരിക്കാൻ
ശ്രമിക്കുക. ലോകം നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതിൽ ഇതിലൊരു 1% പോലും സെൽഫിഷ് എന്നുള്ള കൺസെപ്റ്റ് അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പം ലോകം നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം ഒരു പിസ്സ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഒരു പിസ്സേൻ്റെ കുറേ പീസുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ അല്ല ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കുറച്ച് പീസുകളായിട്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും അതിലെ വലിയ പീസൊക്കെ കഴിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് ഞാൻ കഴിച്ചാൽ എൻ്റെ മോനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ പീസായി പോകും, അല്ല എൻ്റെ അമ്മക്ക് കിട്ടൂലേ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വലിയ പീസ് തന്നെ എടുത്ത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പീസ് തന്നെ എടുത്ത് കഴിക്കണം എന്ന് പറയും. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ വേറെ ആരും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇമ്പോർട്ടൻ്റ് തരൂല എന്ന് പറയുന്നു. അപ്പോൾ പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ റൂള്. അപ്പോൾ താങ്ക് യു. അടുത്ത റൂള് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. താങ്ക് യു വെരി മച്ച്.